എന്താ പേര്? ശിവന്യ. എത്രയാ പഠിക്കുന്നത്? നല്ലോണം പഠിക്കണം കേട്ടണ. എന്താ മോന്റെ പേര്? എത്രയാ പഠിക്കുന്നത്? നല്ലോണം പഠിക്കണേ. എന്നാ അമ്മേന്റെ വരുന്ന എന്ത് ചെയ്യുന്നു? തൊഴിലുറപ്പിൽ നോക്കണ്ട. പറ എന്താ പേര്? ബിന്ദു. എന്ത് ചെയ്യുന്നു? തേയിലവട്ടം പോക്കണ്ടല്ലേ. പറ തൊഴിലുറപ്പ് തന്നെ. പറവനെ എന്താ പേര്? സജിത്ത്. ആശാരിയാണ്. കിഷോർമാവോ അല്ലേ? പറ. എല്ലാം പഠിക്കാം കേട്ടാ. ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം എത്ര റാങ്ക് മാർക്കറ്റിലുണ്ട്? 8ാം ക്ലാസ്സില്ല? അല്ല 8ാം ക്ലാസ് കഴിഞ്ഞ കൊല്ലത്തെ ജയിച്ചു. പേറ്റ് ജയിച്ചതല്ലേ? അങ്ങനെയല്ല ജയിച്ചു. പറ മോളെ. സന്ധ്യ. എവിടെയാ വീട് ശരിക്കും? ബത്തേരിയാണ്. ഓ മരുമനങ്ങോട്ടാ. നിങ്ങളവിടെ ഉത്സവല്ലേ കഴിഞ്ഞ? അത് എന്നാ വാവേന്റെ പേരുന്ന? ഇത് ഒരു കുടുംബാന്നേ. ഇവര് ഭഗവതീനെ പള്ളിയറ ഭഗവതീനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നല്ലൊരു ഫാമിലിയെ കണ്ടപ്പോൾ വിശ്വകർമാവും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ദേവസാമീപ്യം കണ്ടുകൊണ്ടൊന്ന് സംസാരിച്ചതാണ്. നല്ല നമസ്കാരം. ആഗ്രഹം ടീച്ചർ തന്നെയല്ലേ? ഇനി വാക്ക് മാറുവാ? തെളിവാന്ന് ഇത്. നല്ലോണം പഠിക്കണോ? ഞാൻ നോക്കും ഇടക്കിടക്ക്. നല്ല കുട്ടി. അവള് പഠിക്കൂ, നല്ലോണം മാർക്ക് പഠിപ്പിച്ച് അല്ലേ? ആരെ നോക്കുക? അച്ഛനമ്മയും നോക്കുക? ഉറപ്പാ? ഏട്ടന്മാരെയും നോക്കണം കേട്ടണ. ആരും ചടിച്ചൊന്നും പോകാൻ പാടില്ല. എപ്പോഴും ചേർത്ത് പിടിക്കണം കേട്ടണ. മഹത്തായ ഈ ഭാരത സംസ്കൃതി ഇന്ന് ലോകം മുഴുവൻ യാതൊരു പ്രകാരത്തിലുള്ള പ്രലോഭനങ്ങളുമില്ലാതെ ആയുധങ്ങളുമില്ലാതെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന വസ്തുത നമുക്ക് ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ശിവരാത്രി നാള് വരെ, സംക്രമം മുതൽ ശിവരാത്രി നാള് വരെ ഭാരതത്തിലെ യമുനാ മത സിദ്ധാന്തത്തെയും ഒരു പ്രത്യയശാസ്ത്രത്തെയും നമുക്ക് കാണുവാൻ സാധ്യമല്ല. അത്രമാത്രം മഹത്തായ ഭാരതീയ സംസ്കൃതിയെക്കുറിച്ച് അല്പം നമ്മൾ മനസ്സിലാക്കണം. അതിന് ഒരുപാട് വിഷയങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളുടെ പിഞ്ചോമനങ്ങളൊക്കെ കിടന്നുറങ്ങും. അവരുടെ ആ ഒരു സന്തോഷകരമായിട്ടുള്ള ആ ഒരു പിന്നെ നിങ്ങള് പല ക്ഷേത്രത്തിൻ്റെയും പല സ്ഥലങ്ങളിലും മറ്റുള്ള ആഘോഷങ്ങൾക്കും എല്ലാത്തിലും നിങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ലൈറ്റ് സൗണ്ട് ആണെന്നല്ലേ പരിപാടി? എവിടെയാണ് നിങ്ങളെ ലൈറ്റ് സൗണ്ട്? നല്ല ശബ്ദം, നല്ല മിക്സറും കാര്യങ്ങളും എല്ലാ സംഭവം എല്ലാം ഉണ്ടല്ലേ? പുതിയ ടെക്നോളജി എല്ലാം ഉപയോഗിക്കുന്ന സാധനങ്ങൾ. 10-25 വർഷമായിട്ട് ഈ ഫീൽഡിലാണ്. മാനന്തവാടി കൃഷ്ണ സൗണ്ട്സ് ഇതെവിടെയാ ഇത് സ്ഥലം വരിക? അത് മറ്റുള്ളവർ വരുന്നുണ്ടെങ്കിൽ എങ്ങനെയാ എവിടെയാ വരിക? ഇത് നമ്മൾ ഏകദേശം ഇവിടുന്ന് ഒരു പാണ്ടിക്കടവല്ലേ, ഒരു 3 കിലോമീറ്റർ പോയാൽ 2-4 എന്ന് പറഞ്ഞ സ്ഥലം നമുക്ക് 2-4. അതായത് നമ്മളെ ഇടവക പഞ്ചായത്ത് ഇതെല്ലാം ഇല്ലേ, അവിടെ ആയിട്ട്. അപ്പൊ ഈ പിന്നെ നിങ്ങളെ ലൈറ്റ് സൗണ്ടിന്റെ പേരെന്നാ? സ്റ്റാർ ലൈറ്റ് ആൻഡ് സൗണ്ട്. ആരോട് ചോദിച്ചാലും പറഞ്ഞു അല്ലേ? സ്റ്റാർ 2-4 അങ്ങനെയാണല്ലോ അല്ലേ? അപ്പം ഏത് ഉത്സവ പരിപാടി ആയാലും മറ്റെന്ത് ചടങ്ങുകളായാലും, കല്യാണ പരിപാടി, ഉത്സവ പരിപാടി, ഏത് പള്ളി പെരുന്നാള്, അങ്ങനെ എന്ത് പരിപാടി, ഗാനങ്ങളൊക്കെ എല്ലാം ഉള്ള എല്ലാ പരിപാടി എല്ലാ സെറ്റും ഉണ്ട് അല്ലേ? അപ്പോൾ താല്പര്യമുള്ളവർ എന്തൊക്കെ തീർച്ചയായിട്ടും ബന്ധപ്പെടും. നിങ്ങൾ നമ്പർ ഒന്ന് പറഞ്ഞാട്ടെ. എൻ്റെ പേര് അല്ലേ? നമ്പർ പറ. 99 47 666 720. ഇതിൽ വിളിച്ചാൽ കിട്ടും ഏത് സമയത്തും അല്ലേ? ബില്ല് മറ്റുള്ളവരുടെ പോലെ ബില്ല പൈസ ഒന്നുമില്ല. പരിപാടിക്ക് ഒരു ന്യായമായ റേറ്റ്. കല്യാണം ആയിക്കോട്ടെ, ഉത്സവം ആയിക്കോട്ടെ, എന്ത് പരിപാടിക്കാണെങ്കിൽ ഒരു ന്യായമായ റേറ്റ്. എല്ലായിടത്തും കൊട്ടേഷൻ എടുക്കും. എല്ലാം എന്നാ ശരി. നല്ല നമസ്കാരം. ഇങ്ങോട്ട് പേര് പറയും. പേര് നാസർ. നാസർ ബന്ധപ്പെട്ടാൽ മതി. നാസർക്ക് എന്നാ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു അല്ലേ? നോമ്പ് വരെ അവിടെ ഇത് ഇതാക്കിയിട്ടാണ് പാഞ്ഞു വന്നത് അല്ലേ? ദേവീൻ്റെ അടുത്ത്. എന്നാ നല്ല നമസ്കാരം.